നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം, തലേ വെക്കാം, എന്താ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ അടിപൊളി. നമ്മുടെ അരീക്കൽ വെള്ളച്ചാരം തീരത്തെ ഒരു ബേഡ്സ് പാർക്കുണ്ട്. അപ്പോൾ ചെറിയൊരു ബേഡ്സ് പാർക്കാണ്. അപ്പോൾ നിരവധി കിളികളും പാമ്പുകളും ഉള്ള ഒരു ബേഡ്സ് പാർക്കാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബേഡ്സ് പാർക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടിക്കറ്റ് എടുക്കണം. 50 രൂപ ചാർജുണ്ട്, ഫീസുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം പോകാൻ. 50 രൂപ ഫീസാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാമ്പിനെടുക്കണമെങ്കിൽ പ്രത്യേകം ഫീസുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ നിന്ന് ചോദിച്ചിട്ട് വേണം പോകാൻ. എന്തായാലും അടിപൊളി ഒരു ബേഡ്സ് പാർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ വന്നേക്കുന്നുണ്ടോ? ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ. അപ്പോൾ ഇത് കാണുക. അതേ അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബേഡ്സ് പാർക്കാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വന്ന് കാണും. എൻ്റെ കയ്യിലുള്ള ഇഗ്വാനാണ്. ഇഗ്വാനയുടെ കളർ പച്ച കളറാണ്. ഇത് കണ്ടോ, നമ്മുടെ കയ്യിൽ പിടിക്കാൻ ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് എടുത്തുകൊണ്ട് നടക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നമ്മുടെ തോളത്ത് വരെ വെക്കാം. തോളത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, അവിടെ നിന്നോളും. നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. നമുക്ക് ഏത് പൊസിഷനാണ്, നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ തോളത്തോ നിങ്ങളുടെ കയ്യിലോ എങ്ങനെ വേണം വെക്കാം. നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അടിപൊളി ഒരു ബേഡ്സ് പാർക്കാണ്. ചെറുതാണെങ്കിലും ഒരുപാട് കിളികളും ഒരുപാട് ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ തലയിലും തോളത്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. മരം എന്നെ വിട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല. അതുകൊണ്ട് എൻ്റെ ഇവിടെ എല്ലാം കടിക്കുന്നുണ്ട്. ഇവരൊക്കെ കടിക്കുന്നുണ്ടോ. ഒന്നും പേടിക്കണ്ട. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നല്ല അതിമനോഹരമായിട്ട് എൻജോയ് പറ്റും കേട്ടോ. എൻ്റെ ചെവിയിലും കയ്യിലൊക്കെ കടിക്കണ്ട. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ട മോനെ, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ എന്തും ഒരു പേടിക്കേണ്ട കാര്യമില്ല. ഇവനെല്ലാം നമ്മുടെ കയ്യിലോട്ട് നിന്നോളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അടിപൊളി ഒരു സാധനം, ആഫ്രിക്കൻ പെരുമ്പാമ്പ്. ഇത് കണ്ടോ എൻ്റെ കയ്യിലോട്ട് കയറുന്നത്. നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട. കുട്ടികളെയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിന് ചെറിയൊരു ചാർജ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടോ അടിപൊളിയായിട്ട് എൻ്റെ കയ്യിലോട്ട് കയറി പോകുന്നുണ്ടോ. ആഫ്രിക്കൻ പെരുമ്പാമ്പാണിത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത് വേറൊരു ഐറ്റമാണ്. ഇതും ആഫ്രിക്കൻ പെരുമ്പാമ്പ് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് തോളത്തിടാം, മറ്റത് തോളത്തിടാം. പക്ഷേ എനിക്ക് ധൈര്യപ്പെട്ടില്ല. പക്ഷേ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വെറും സിമ്പിളായിട്ട് നമ്മൾ തോളത്ത് കിടക്കും. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് തോളത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇത് തോളത്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം, തലേ വെക്കാം, എന്ത് വെള്ളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബേഡ്സ് പാർക്കാണ് നമ്മളിത് കാണുന്നത്. ഒരു രക്ഷയിലോട്ടോ. നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ എല്ലാം വന്ന്. സാധാരണ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും വരത്തില്ല. ഇവിടെ തീറ്റ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ ബേഡ്സ് പാർക്ക്, ചെറിയൊരു ബേഡ്സ് പാർക്കാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് പോവാം. അതിമനോഹരമായ നിങ്ങൾക്ക് കിളികളെല്ലാം നിങ്ങളുടെ ദേഹത്തും നിങ്ങളുടെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു ബേഡ്സ് പാർക്കാണ്.